നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് മീൻ ബൈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നാണ്. അപ്പം ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയുന്ന ഒരു ഏരിയ തന്നെയാണ്. എന്താണ് മാർക്കറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് നമുക്ക് നോക്കിയാലോ. Capital market is a component of financial market that allow long-term loan trading of debt and equity-backed security. Long-term borrowing or lending is done by investors or corporations that have a large amount of wealth at their disposal. എന്താ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താ നമുക്ക് അറിയുന്ന കാര്യം അല്ലെ. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഈ സെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ലോങ് ടേം സെക്യൂരിറ്റീസ്, അതായത് ലോങ് ടേം പീരീഡിലേക്കുള്ള സെക്യൂരിറ്റീസുകളാണ് ഇവിടെ സെയിൽ ചെയ്യുകയും ചെയ്യുക. അതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. നോക്കൂ, ഇവിടെ നോക്കൂ. ദാറ്റ് അലൗ ലോൺ ട്രേഡിംഗ് ഓഫ് ഡെബ്റ്റ് ആൻഡ് ഇക്വിറ്റി ബാക്ക്ഡ് സെക്യൂരിറ്റി. Long-term borrowing or lending is done by investors or corporations that have large amount of wealth at their disposal. എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ ലോങ് ടേം സെക്യൂരിറ്റീസ് ഫോർ ലോങ് പീരീഡിലേക്കുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? ലോങ് ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊന്നും അല്ല ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടാവുക. ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇത് ഡീലിംഗ് ദി ലോങ് ടേം സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലോങ് ടേം സെക്യൂരിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഇവിടെ എന്താ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഹൈ റിട്ടേൺ ആയിരിക്കില്ലേ ഉണ്ടാവുക. നമ്മൾ ഒരുപാട് ഫണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ റിട്ടേൺ ഉണ്ടാവും. അതുപോലെ തന്നെ ഹൈലി റിസ്കും ആയിരിക്കും അല്ലേ. കാരണം എന്താ, ഒരുപാട് തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈലി റിസ്ക് ഓഫ് ചാൻസസ് എന്ന് പറയുന്നതും ഹൈലി ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നോക്കൂ, ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ഓഫർ ഹൈ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് വൈൽ മണി മാർക്കറ്റ് ഓഫർ സേഫർ അസറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഹയർ റിട്ടേൺ. അതായത് ഒരു മണി മാർക്കറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ ഹയർ റിട്ടേൺ ആണ് ഉണ്ടാവുക എന്നാ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടാവാൻ നോക്കാം. മ്യൂച്വൽ ഫണ്ട്, ട്രഷറി ബോണ്ട്സ്, പ്രൈവറ്റ് സെക്ടർ ബിൽ അസറ്റ്, ഗ്യാരണ്ടീഡ് സെക്യൂരിറ്റി, അസറ്റ് ബാക്ക്ഡ് സെക്യൂരിറ്റി ഓപ്ഷൻസ്, ലീസ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട് ഇൻസ്ട്രുമെന്റ്സ് ആർ യൂസ്ഡ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. എന്തൊക്കെയാണ്? മ്യൂച്വൽ ഫണ്ട്, ട്രഷറി ബോണ്ട്സ്, പ്രൈവറ്റ് സെക്ടർ ബിൽസ്, അസറ്റ് ഗ്യാരണ്ടീഡ് സെക്യൂരിറ്റീസ്, അസറ്റ് ബാക്ക്ഡ് സെക്യൂരിറ്റി ഓപ്ഷൻസ്, ലീസ് സർട്ടിഫിക്കറ്റ്സ്, ഫ്യൂച്ചർ കോൺട്രാക്ട് ഇൻസ്ട്രുമെന്റ്. ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് ആണ് എവിടെ ഉണ്ടാവുക? ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഈ ഡീലിംഗ് ദ ലോങ് ടേം സെക്യൂരിറ്റീസ്. ഇവിടെ ലോങ് ടേം ബോറോവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇത് ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസുകളും ഓർത്തു വെക്കുക. മ്യൂച്വൽ ഫണ്ട്, ട്രഷറി ബോണ്ട്സ്, private sectors bills, asset guarantee securities, asset backed security options, lease certificates, future contract instruments. ഇതൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്യാപിറ്റൽ മാർക്കറ്റ് 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി മാർക്കറ്റ്. എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റ് 2 ടൈപ്സ് ഓഫ് മാർക്കറ്റായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി മാർക്കറ്റും അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റും. അപ്പം നമ്മളൊരു പുതിയതായിട്ടൊരു സെക്യൂരിറ്റി ഒരു മാർക്കറ്റിൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ, അത് ഫ്രഷ് സെക്യൂരിറ്റി ആണെങ്കിൽ, ഫസ്റ്റ് ഹാൻഡ് ആണെങ്കിൽ അത് സെയിൽ ചെയ്യുന്ന മാർക്കറ്റാണ് എന്ത്? പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒബ്വിയസ്ലി അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് എന്തായിരിക്കും? നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി, അതായത് ഒരു വട്ടം സോൾഡ് ചെയ്ത സെക്യൂരിറ്റി പിന്നെ റീസെയിൽ ചെയ്യുന്ന ആ ഒരു സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് ആണ് എവിടെ ഉണ്ടാവുക? ഈ സെക്കൻഡറി മാർക്കറ്റിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റ് 2 ടൈപ്സ് മറന്നു പോരുത്.
പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റാണ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രൈമറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സെക്യൂരിറ്റീസ് ആയിരിക്കും. ഓക്കെ, ഇത് നോക്കൂ. പ്രൈമറി മാർക്കറ്റ് ഈസ് എ പ്ലേസ് where dealers that trade with a new security or share in this market. The company take cash from investors or buyer and offer new security. ഇവിടെ എന്താണ് ന്യൂ സെക്യൂരിറ്റീസ് അല്ലെ, അല്ലെങ്കിൽ ന്യൂ ഷെയർസ് ആണ് ഇവിടെ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നത്. പ്രൈമറി മാർക്കറ്റിൽ എപ്പോഴും ഡീൽ ചെയ്യുന്നത് ന്യൂ സെക്യൂരിറ്റീസ് ആണ് അല്ലെങ്കിൽ ന്യൂ ഷെയർസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സെക്കൻഡറി മാർക്കറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡറി മാർക്കറ്റ് ഈസ് ഡീൽ വിത്ത് എ ഫോർമലി ഇഷ്യൂഡ് ഓർ എസിസ്റ്റിംഗ് ഷെയർ. അതായത് ഫോർമലി ഇഷ്യൂ ചെയ്ത ഷെയർസോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള എസിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർസോ ഓൾറെഡി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ ഷെയർസിനെയാണ് ആര് സെയിൽ ചെയ്യുന്നത്, ഈ ഒരു സെക്കൻഡറി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡറി മാർക്കറ്റിൽ എപ്പോഴും ഉണ്ടാവുക എസിസ്റ്റിംഗ് ഷെയർസ് ഓർ സെക്യൂരിറ്റി ആണ്. വേറാസ് ഇൻ പ്രൈമറി മാർക്കറ്റ് ന്യൂലി ഫ്രഷ് ഷെയർസ് ആർ സെക്യൂരിറ്റീസ്. ഓക്കെ, അതാണ് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള ഡിഫറൻസ്. സോ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താ പറഞ്ഞു? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് in which there is a shares and securities are buying and selling, and there is two type of capital market, primary market and the secondary market. Primary market is dealing with a new or a freshly securities, whereas secondary market is dealing with the already existing shares. Okay, these are the two difference between the primary and secondary market. ഓക്കെ ഫൈൻ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിൽ ക്യാപിറ്റൽ മാർക്കറ്റും അതിൻ്റെ ടു ടൈപ്സുമാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം എഫർ എഡ്യൂക്കേഷൻ.